അതെ, ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പടം ഞാൻ സാധാരണ വറുക്കുന്ന രീതി, ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്ത് വറുക്കണേന്ന് ഒന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ വറുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ നിന്ന് ഒരു 5-8 ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ അങ്ങ് മുറിക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ ഇത്രയായി. ഇത് പിന്നെ നമുക്ക് എണ്ണ ഒപ്പിക്കാനും എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇത് വറുത്തിട്ട് വരാം. 2-3 ഒന്നിച്ചൊക്കെ ഇട്ട് വറുക്കാം കേട്ടോ. പപ്പടം എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇങ്ങനെ ഒരു പ്ലേറ്റിലൊക്കെ ഇങ്ങ് കൊണ്ടുവച്ചാൽ കമുകമൂന്ന് എല്ലാവരും അങ്ങോട്ട് കഴിച്ചോളും. ഒരു 2 ആഴ്ചത്തേക്കൊക്കെ സൂക്ഷിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചാൽ മതി. ഇതൊന്ന് കെട്ടി വെക്കണം. കണ്ടോ, ഇതേപോലെ കെട്ടി വയ്ക്കുക. അപ്പം എയർ കയറാത്ത രീതിയിൽ. ഓക്കെ, അപ്പോൾ ബൈ ബൈ.